ഓലക്കുടലിൽ അന്തിയുറങ്ങിയിരുന്ന നളിനിക്കും മകൾക്കും വീട് പണിത് നൽകാനൊരുങ്ങി പാവർട്ടി മർച്ചന്റ് അസോസിയേഷൻ. പാവർട്ടി പഞ്ചായത്തിലെ 11-ാം വാർഡിലെ മുനക്കക്കടവ് പ്രദേശത്താണ് നളിനിയും മകളും താമസിക്കുന്നത്. ചോർന്നൊലിക്കുന്ന കൂരയിൽ ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മറച്ചിരിക്കുകയാണ്. ഇഴജന്തുക്കളുടെയും മറ്റും ശല്യം പേറിയാണ് അമ്മയും മകളും താമസിക്കുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. വ്യാഴാഴ്ച വീടിന്റെ കുറ്റിയടിക്കൽ കർമ്മം നടന്നു. 650 ചതുരശ്ര അടിയിലാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. 7 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് AJ വർഗീസ്, ജില്ലാ ഭാരവാഹി CL റാഫേൽ, സെക്രട്ടറി EV വിനോദ്, PI റാഫേൽ, ലിസ K പോൾ തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹക്കൂട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സേവന പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് വീട് നിർമ്മിച്ചു നൽകുന്നതെന്ന് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് AJ വർഗീസ് പറഞ്ഞു. പാവർട്ടി മർച്ചന്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നളിനിയുടെ കുടുംബത്തിനൊരു വീട്, സ്നേഹഭവനം, സ്വപ്നക്കൂട് എന്ന് തന്നെ പറയാം. പാവർട്ടി മർച്ചന്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ പാവർട്ടിയിലെ ഏറ്റവും പരിതാപകരമായ ഒരു ഭവനം തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇത്തരത്തിലുള്ളൊരു ഭവനം കാണാനായിട്ട് പാവർട്ടിയിൽ സാധിക്കുന്നില്ല. പാവർട്ടി മർച്ചന്റ് അസോസിയേഷൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഉദ്ദേശം 7 ലക്ഷം രൂപയോളം ചിലവഴിച്ചുകൊണ്ട് നളിനിക്കുള്ള അവരുടെ കുടുംബത്തിന് വളരെയധികം ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് ഈ വീട് നമുക്ക് തന്നെ കാണാൻ കഴിയും. ഇഴജന്തുക്കളടക്കം പരിസരത്ത് വീടിൻ്റെ ഉള്ളിലും ഒക്കെ നടക്കുമ്പോൾ നമുക്കത് കണ്ടു നിൽക്കാനായിട്ട് സാധിക്കില്ല. ഈ സന്ദർഭത്തിൽ പാവർട്ടി മർച്ചന്റ് അസോസിയേഷൻ വളരെയധികം സ്നേഹത്തോടെ, സൗഹൃദത്തോടെ, ഒരു കൂട്ടായ്മയുടെ ലക്ഷ്യത്തോടു കൂടി തന്നെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നളിനിക്കുള്ള ഒരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുകയാണ്.